ബാല്യകാലം മുതൽ അദ്ദേഹത്തിൻ്റെ ബൗദ്ധികമായ മുന്നേറ്റത്തിൻ്റെ നിർണായകമായ പല ഘട്ടങ്ങൾ വരെ അംബേദ്കറിനൊപ്പം ഉണ്ടായിരുന്ന രമാബായി അംബേദ്കർ പല സന്ദർഭങ്ങളിലും പൂർണ്ണമായി അംഗീകരിക്കുകയും പൂർണ്ണമായി റെക്കഗ്നൈസ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് വർക്കായി കരുതുന്ന റിഡിൽസ് ഓഫ് ഹിന്ദുയിസം സമർപ്പിച്ചിട്ടുള്ളത് രമാബായിക്കാണ്. അതിൻ്റെ ആമുഖത്തിൽ അദ്ദേഹം പറയുന്നത്, എനിക്ക് സുഹൃത്തുക്കൾ ആരുമുണ്ടായിരുന്നില്ലാത്ത കാലത്ത് എൻ്റെ ദുഃഖം പങ്കുവയ്ക്കാൻ എനിക്കൊപ്പം ഉണ്ടായിരുന്നവൾ എന്നാണ്. വയനാട്ടിലെ കൽപ്പറ്റയിലെ തുടി എന്ന സംഘടനയിലെ ആദിവാസി സഹോദരങ്ങളായ വിദ്യാർത്ഥികളും യുവാക്കളും ചേർന്ന് തിട്ടപ്പെടുത്തിയ പ്രണയത്തിൻ്റെ സാമൂഹികാനുഭവമുള്ള ഒരു പാട്ട് കേൾക്കാനാണ് ഞങ്ങൾ ഈ യാത്ര തുടങ്ങിയത്. ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന എൻ്റെ സുഹൃത്ത് റോബിനാണ് ഞങ്ങളെ തുടിയിലേക്ക് ക്ഷണിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു യാത്ര പ്രണയത്തിൻ്റെയും മിശ്ര വിവാഹങ്ങളുടെയും രാഷ്ട്രീയ അനുഭവങ്ങളുടെ അന്വേഷണമാകുന്ന ഒരു ഡോക്യുമെൻ്ററിയായി പരിണമിപ്പിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുകയായിരുന്നു. പ്രണയത്തിൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൻ്റെ രാഷ്ട്രീയ വിശകലനവും സ്വയം വിമർശനവും ആവശ്യമാണെന്നും മനസ്സിലാക്കുന്നു. ദളിത് വിഭാഗത്തിൽപ്പെട്ട എൻ്റെയും നായർ സമുദായത്തിൽപ്പെട്ട രമ്യയുടെയും പ്രണയവും ഒരുമിച്ചുള്ള ജീവിതാരംഭവും ജാതിയെ തകർക്കുന്ന രാഷ്ട്രീയ അനുഭവമായി മാറ്റാൻ രണ്ടുപേർക്കും കഴിഞ്ഞിരുന്നില്ലെങ്കിലും അതിനുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചു തുടങ്ങിയിരുന്നു. ഈ ഡോക്യുമെൻ്ററിയുടെ ചർച്ച ഞങ്ങൾ തുടങ്ങിയതും അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ അന്വേഷണത്തിൻ്റെ തുടക്കം എന്ന രീതിയിലായിരുന്നു. തികച്ചും ഹിന്ദു ആചാര രീതിയിലുള്ള ഞങ്ങളുടെ ജീവിതാരംഭം സ്വയം വിമർശനപരമായി തന്നെ ഞങ്ങൾ നോക്കിക്കാണുന്നു. അതിനു പുറമെ ഒരു ദളിത് യുവാവായ ഞാൻ ഒരു ദളിത് യുവതിയെ തന്നെ വിവാഹം കഴിക്കണമായിരുന്നില്ലേ എന്ന ചോദ്യവും നിർദ്ദേശങ്ങളും ആജ്ഞകളും രൂക്ഷമായി തന്നെ എനിക്ക് നേരെ ഉണ്ടായിരുന്നു. ഇങ്ങനെ സമൂഹം ചോദിക്കുന്നത്, ഒരു ദളിത് പുരുഷന് എന്തുകൊണ്ട് ഒരു ദളിത് സ്ത്രീയെ തന്നെ വിവാഹം കഴിക്കുന്നില്ല? എനിക്ക് തോന്നുന്ന ആ ഒരു ചോദ്യം ആരിൽ നിന്നാണ് വരുന്നത്? ഇപ്പോൾ അത് ഒരു സവർണ സമൂഹത്തിൻ്റെ നാവിൽ നിന്നാണ് വരുന്നതെങ്കിൽ അത് തീർച്ചയായും നിങ്ങളുടെ ചോയ്സിനെ ചോദ്യം ചെയ്യുന്ന ഒരു ചോദ്യമായിട്ടാണ് വരുന്നത്. അതേസമയം മറ്റ് അപരങ്ങൾ, അതായത് സമൂഹത്തിൻ്റെ അരികുകളിലുള്ള, അതായത് ദളിത് സ്ത്രീകളെ പോലെ ആദിവാസി സ്ത്രീകളെ പോലുള്ള ആളുകൾ ചോദിക്കുന്ന സമയത്ത് അതിന് മറ്റൊരു അർത്ഥമാണുള്ളത്. ദളിത് പുരുഷൻ ദളിതേതരയായ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചതിനെതിരെ ഉയരുന്ന ഓരോ ചോദ്യവും ആരാണ് ആ ചോദ്യം ഉന്നയിക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കി മാത്രമേ വിലയിരുത്താൻ കഴിയുകയുള്ളൂ. കാരണം ദളിതേതരരായ സ്ത്രീയോ പുരുഷനോ ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ അവർ വ്യക്തിപരമായ അവരുടെ ജാതീയ അധികാരത്തെ ധ്രുവീകരിക്കാനോ അദൃശ്യപ്പെടുത്തുവാനോ റീലൊക്കേറ്റ് ചെയ്യുവാനോ ശ്രമിച്ചിട്ടുണ്ടോ എന്നത് പ്രാഥമികമായ ചോദ്യമാണ്. മറ്റൊന്ന്, ദളിത് സ്ത്രീ ഈ ചോദ്യം ഉന്നയിക്കുമ്പോൾ സവിശേഷമായ ധാർമ്മികത അതിൽ ഉള്ളടങ്ങിയിട്ടുണ്ട് എന്നതാണ്. കാരണം ദളിത് പുരുഷൻ ഈ ദളിത് സ്ത്രീയെ വിവാഹം കഴിക്കാത്തതിലൂടെ ദളിത് സ്ത്രീ സാമ്പ്രദായികമായ അധികാര മണ്ഡലത്തിന് വീണ്ടും വീണ്ടും പുറത്തു നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യൻ സാമൂഹിക അധികാര ഘടനയുടെ പുറത്തു നിൽക്കുന്ന ദളിത് സ്ത്രീ സമൂഹത്തിൻ്റെ ചോദ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മിശ്രവിവാഹത്തിൻ്റെ ചരിത്രം അന്വേഷിക്കാനുള്ള ശ്രമമാണിത്. മിശ്രവിവാഹം ജാതിക്കെതിരെയുള്ള ഒരു രാഷ്ട്രീയ ഉപാധിയായി കേരളത്തിൽ മുന്നോട്ട് വെച്ച സഹോദരൻ അയ്യപ്പനും ഇന്ത്യയിലാകെ മുന്നോട്ട് വെച്ച ഡോക്ടർ അംബേദ്കറും സ്വന്തം ജീവിതങ്ങളിലൂടെ വ്യത്യസ്ത രീതിയിലൂടെയാണ് മിശ്രവിവാഹങ്ങളോട് പ്രതികരിച്ചത്. ഒന്ന് സഹോദരൻ അയ്യപ്പൻ്റെ കാര്യം തന്നെ എടുക്കാം.
അദ്ദേഹം മിശ്ര വിവാഹത്തിന് വേണ്ടി വാദിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ വിവാഹം ഒരിക്കലും ഒരു മിശ്ര വിവാഹമായിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് നിരവധി സംഭവങ്ങളും വിവാദങ്ങളും ആ കാലഘട്ടത്തിൽ നടക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ പ്രാഥമികമായ ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണ് സഹോദരൻ അയ്യപ്പൻ അതിന് മറുപടിയായി ഇത്തരത്തിലുള്ള വിവാദങ്ങളെ പ്രതിരോധിച്ചത് അതിൻ്റെ പ്രായോഗികമായ മിശ്രവിവാഹത്തിൻ്റെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടായിരുന്നു. എന്നാൽ അംബേദ്കറെ സംബന്ധിച്ച് അംബേദ്കറിൻ്റെ വലിയൊരു ജീവിതത്തിൻ്റെ കാലയളവിൽ മിശ്രവിവാഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ വിവാഹശേഷമാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങുന്നത് തന്നെ. രമാബായി ആണല്ലോ അംബേദ്കർ ആദ്യം വിവാഹം ചെയ്യുന്നത്. അത് അദ്ദേഹത്തിൻ്റെ തന്നെ സമുദായത്തിലുള്ള ഒരു സ്ത്രീയായിരുന്നു. അവരുടെ മരണത്തിന് ശേഷം ഈ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏകദേശം വൈകുന്നേരങ്ങളിലാണ് അല്ലെങ്കിൽ അവസാന കാലഘട്ടങ്ങളിലാണ് സവിതയുമായുള്ള ഒരു ബന്ധം രൂപപ്പെടുന്നത്. അതിൻ്റെ സന്ദർഭം വിശദമായി നമ്മൾ പരിശോധിക്കാതെ അവയെ വിലയിരുത്തുന്നത് ശരിയാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഭരണഘടന രൂപപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി അതികഠിനമായ ജോലികൾ ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു അത്. അപ്പോൾ തന്നെ പ്രമേഹം തുടങ്ങിയ അതിഭീകരമായ നിരവധി അസുഖങ്ങൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നു. തീർത്തും അവശനായ അദ്ദേഹത്തെ ഒരു തരത്തിലും കെയർ ചെയ്യാൻ ആരും വ്യക്തിപരമായി ഉണ്ടായിരുന്നില്ല എന്ന ഒരു വാസ്തവം ആ കാലഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹത്തിന് ഇൻസുലിൻ കുത്തിവയ്പ്പ് നടത്താനും ഷുഗറിനെ ചികിത്സിക്കാനും വേണ്ടി വരുന്ന ഒരു ഡോക്ടറാണ് സവിത. അങ്ങനെ സ്വാഭാവികമായി അവർ തമ്മിലുള്ള ബന്ധം രൂപപ്പെടുന്നത്. ഇത് വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് മിശ്ര വിവാഹത്തെ വളരെ ബോധപൂർവമായ ഒരു പദ്ധതിയായല്ല അംബേദ്കർ ആവിഷ്കരിച്ചത് എന്നതാണ് സ്വന്തം ജീവിതത്തിൽ.